ഇതൊരു ഇംഗ്ലീഷ് ഡ്രാമയാണ്. ഒരു ഷോപ്പിംഗ് മാളിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന രണ്ട് അപരിചിതരുടെ കഥയാണിത്. വിവാഹ വസ്ത്രം എടുക്കാനെത്തിയ ഒരു യുവതി, അതായത് നമ്മുടെ നായിക ജെയിൻ, തന്നെ ഉപദ്രവിക്കുന്ന ക്രൂരനായ ഫിയാൻസിയിൽ നിന്നും രക്ഷപ്പെടാനായി ഓടിവരുന്നു. നായിക ഓടി വന്ന് കയറുന്നത് നമ്മുടെ നായകൻ, അതായത് ഡിലൻ, ജാക്കറ്റ് ഇട്ട് നോക്കുകയായിരുന്ന ട്രയൽ റൂമിലേക്കായിരുന്നു. നായിക അതുകണ്ട് പെട്ടെന്ന് തന്നെ ജാക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ അതിനുള്ളിൽ ഒളിപ്പിക്കാൻ നായകനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ നായിക ജാക്കറ്റിൽ ഒളിച്ച സമയത്ത് നായികയുടെ ഫിയാൻസി അവിടെ വന്ന് നോക്കി തിരിച്ചു പോകുന്നു. മാളിലെ സെക്യൂരിറ്റിയെ കബളിപ്പിച്ച് രക്ഷപ്പെടാനായി ഓടിയ നായികയെ ക്രൂരനായ ഫിയാൻസി പിടിച്ചുകൊണ്ട് ബ്രൈഡൽ ഗൗൺ സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് നായിക ഗൗൺ ട്രയൽ ചെയ്യാൻ കയറി. ഇതിനിടയ്ക്ക് നായകൻ എങ്ങനെയോ നായികയുടെ ട്രയൽ റൂമിൽ കയറിപ്പറ്റുന്നു. കുറേ സമയമായിട്ട് ഇറങ്ങാത്തതിൽ നായികയുടെ ഫിയാൻസി കയറി ചെന്ന് നോക്കി. അപ്പോൾ അവിടെ നായികയെ കണ്ടെത്താനായില്ല. മാളിൻ്റെ ക്ലോസിംഗ് ടൈം ആയതിനാൽ നായികയുടെ ഫിയാൻസിക്ക് നായികയെ അവിടെ നിന്ന് തിരിഞ്ഞ് കണ്ടുപിടിക്കാൻ സാധിക്കാണ്ട് തിരിച്ചു പോകേണ്ടി വരുന്നു. ആ ഒരു രാത്രി മുഴുവൻ അവർ ഒരുമിച്ച് ചിലവഴിക്കുന്നു. തങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരാണെന്ന് അവർ തിരിച്ചറിയുന്നു. ആ രാത്രിയിൽ അവർ പരസ്പരം ഇഷ്ടപ്പെടുകയും ഒരുമിച്ച് സമയം ചിലവഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രഭാതത്തിൽ മാൾ തുറന്ന് സ്റ്റാഫ് വന്നപ്പോൾ നായിക നല്ല ഉറക്കമായിരുന്നു. നായികയെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് സ്റ്റാഫിനോട് പറയുന്നു. എന്നാൽ സ്റ്റാഫ് ഞങ്ങളോടോ, അതിന് താൻ മാത്രമല്ല ഇവിടെയുള്ളൂ എന്ന് തിരിച്ചു ചോദിക്കുന്നു. നായിക നോക്കിയപ്പോൾ നമ്മുടെ നായകനെ അവിടെ എങ്ങും കണ്ടെത്താനായില്ല. പക്ഷേ ഒരു ലെറ്റർ കിട്ടി, ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ പോകുന്നുവെന്ന്. അങ്ങനെ നായിക വിഷമിച്ചിരിക്കുമ്പോൾ നായികയുടെ ക്രൂരനായ ഫിയാൻസി അവിടെ എത്തുന്നു. ഇന്ന് നമ്മുടെ വെഡ്ഡിംഗ് ആണ്, കൈ തരൂ എന്ന് പറഞ്ഞ് നായികയുടെ കൈ പിടിച്ചപ്പോൾ ജെയിനിൻ്റെ കയ്യിൽ വെഡ്ഡിംഗ് റിംഗ് കിടക്കുന്നു കണ്ട് ഞെട്ടുന്നു. ആ സമയം നമ്മുടെ നായകൻ ഡിലൻ അവിടെ വരുന്നു. ഡിലൻ പറയുന്നുണ്ട് നായികയുടെ ഫിയാൻസിയോട്, റിംഗ് ഞാനാണ് അവളെ അണിയിച്ചത്. ഞാൻ എൻ്റെ ഭാര്യയിൽ നിന്നും ഡിവോഴ്സ് നേടാൻ പോയതാണ്. തൻ്റെ ഭാര്യയ്ക്ക് തന്നെപ്പോലെ ഇംപെർഫെക്റ്റായ ഹസ്ബൻഡിന് ആവശ്യമില്ല. ഇപ്പോൾ താൻ നായികയായ ജെയിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൻ പറയുന്നു. ഇന്നലെ രാത്രി മുഴുവൻ തങ്ങൾ രണ്ടാളും, അതായത് ഡിലനും ജെയിനും ഒരുമിച്ചാണ് കഴിഞ്ഞതെന്നും ഇനി ഞാൻ തനിക്ക് നല്ലൊരു വധുവാകില്ല എന്നും നായിക ഫിയാൻസിയോട് പറഞ്ഞു. അപ്പോൾ ഫിയാൻസിക്ക് ദേഷ്യം വന്ന് അവളെ ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നു. അത് കണ്ട് അവിടെയുള്ള സ്റ്റാഫ് ഫിയാൻസിക്ക് നല്ല ചവിട്ട് കൊടുത്ത് അവിടെ കിടത്തുന്നു. ജീവിതം നമ്മളെ ചിലപ്പോൾ തോറ്റവരായി തോന്നിപ്പിച്ചേക്കാം, പക്ഷേ സ്നേഹം നമ്മളെ മറ്റൊരാൾക്ക് അനുയോജ്യമായ വ്യക്തിയാക്കി മാറ്റുന്നു എന്ന സന്ദേശത്തോടുകൂടി കഥ അവസാനിക്കുന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തരണേ. താങ്ക് യു ഫോർ വാച്ചിങ്.